നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇറങ്ങിപ്പോകും മന്ത്രിമാരെ എന്ന് പറയുന്നത് ഭരണകക്ഷി നേതാക്കൾ. മന്ത്രിമാർ എല്ലാവരും നിർഗുണപര ബ്രഹ്മങ്ങൾ. മുഖ്യമന്ത്രിയെ പുകഴ്ത്തൽ മാത്രം നേതാക്കളുടെ പരിപാടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനം നടത്തുന്നതായി ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷികളുടെ യോഗം കഴിഞ്ഞു. എല്ലാ യോഗത്തിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. മന്ത്രിസഭയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സിപിഐയുടെ ജില്ലാ കൌൺസിൽ യോഗങ്ങളിലെല്ലാം സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാർക്ക് നേരെ പോലും രൂക്ഷമായ ഭാഷയിൽ വിമർശനമുണ്ടായി. നാണമുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവർ ഭരണകൂടത്തിൽ ഇരിക്കാതെ രാജിവെച്ചു പോകൂ എന്നാണ് സിപിഐയുടെ പല ജില്ലാ കൌൺസിൽ യോഗങ്ങളിലും നേതാക്കൾ വരെ വിമർശിച്ചത്. മന്ത്രിസഭാ യോഗങ്ങളിലും മറ്റ് പരിപാടികളിലും വേദിയിൽ ഇരുന്നുകൊണ്ട് മൈക്കിന് മുമ്പിലെത്തി മുഖ്യമന്ത്രിയെ പുകഴ്ത്തൽ മാത്രമാണ് ഈ സർക്കാരിലെ എല്ലാ മന്ത്രിമാരുടെയും സ്ഥിരം ഏർപ്പാട് എന്ന വിമർശനമാണ് മുതിർന്ന നേതാക്കൾ വരെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം. നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രിയും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. ജനങ്ങളിൽ നിന്നും മുഖം തിരിച്ച് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാൽ അത് ഏറെക്കാലം ജനം സഹിക്കില്ല. അതിന്റെ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി നേരിട്ടതെന്ന് കണക്കുകൾ നിരത്തി നേതാക്കൾ പ്രസ്താവിച്ചു. ജനങ്ങളോട് അല്പമെങ്കിലും ബാധ്യതയും മാന്യതയും ഉണ്ടെങ്കിൽ ഈ നാണംകെട്ട ഭരണം തുടർന്നു പോകാതെ മുഖ്യമന്ത്രിയടക്കം രാജിവെച്ചുകൊണ്ട് പുതിയ ഭരണസമിതിയെ കണ്ടെത്തണം എന്ന നിർദ്ദേശവും നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. സിപിഐയുടെ എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ ജില്ലാ കൌൺസിൽ യോഗങ്ങളിലാണ് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത്. മുഖ്യമന്ത്രിയടക്കം മുഴുവൻ മന്ത്രിമാരും മാറണമെന്നും ആർക്കും ഇനി ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്നും ഈ ജില്ലാ കൌൺസിൽ യോഗങ്ങളിൽ അഭിപ്രായമുയർന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിക്കില്ല എന്നതും ഒരു വിഷയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ ഭീമമായ പരാജയമായിരുന്നു സിപിഐയുടെ തൃശൂർ ജില്ലാ കൌൺസിലിലെ മുഖ്യ വിഷയം. തെരഞ്ഞെടുപ്പിന് മുമ്പ് സിപിഎമ്മിന്റെ നേതാക്കൾ രൂപപ്പെടുത്തിയ പാക്കേജ് നടപ്പിലാക്കിയതാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്നും പറയുന്നവരുണ്ട്. കൺവീനർ ജയരാജൻ ബിജെപി നേതാവ് ജാവേദ്കറുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയും അതിൽ കൈക്കൊണ്ട തീരുമാനങ്ങളുമാണ് തൃശൂരിൽ സിപിഎം നടപ്പിൽ വരുത്തിയത് എന്നുള്ള വിമർശനവുമുണ്ട്. അതുപോലെ തന്നെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് കേസിൽ പിടിയിലായ ആളായിരുന്നു. ആ ആളിനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആക്കിയതിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്ന വിലയിരുത്തലും ജില്ലാ കൌൺസിൽ യോഗങ്ങളിൽ ഉണ്ടായി. സിപിഐ ജില്ലാ കൌൺസിൽ യോഗങ്ങളിൽ സ്വന്തം മന്ത്രിമാർക്കെതിരെ കടുത്ത ഭാഷയിൽ നേതാക്കൾ വിമർശനമുയർത്തി. നിലവിലെ സർക്കാരിൽ ഇപ്പോഴുള്ള സിപിഐ മന്ത്രിമാർ വെറും മണ്ടന്മാരും പിടിപ്പുകെട്ടവരും ഉറക്കം തൂങ്ങിയവരുമാണ് എന്ന വിമർശനവും നേതാക്കൾ ഉയർത്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി നടത്തിയ നവകേരള സദസ്സുകൾ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞതെങ്കിൽ മുഴുവൻ ജനങ്ങളും ഈ സദസ്സിന്റെ പേരിൽ അകലുന്ന കാഴ്ചയാണ് ഉണ്ടായത്. നവകേരള സദസ്സുകളിൽ പരാതികൾ സമർപ്പിച്ചവരിൽ ഒരാളുടെ പരാതി പോലും പരിഹരിക്കപ്പെട്ടില്ല. നവകേരള സദസ്സുകളിൽ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നൽകിയ നിവേദനങ്ങൾ അതേപടി പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും തിരിച്ചയക്കുന്ന ഏർപ്പാടാണ് ഉണ്ടായതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് നടന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വലിയ തോതിൽ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തോടെയുള്ള പ്രവർത്തന ശൈലി ജനങ്ങളെ വലിയ തോതിൽ അകറ്റുന്നതിന് വഴിയൊരുക്കി. ഇത് മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ എല്ലാ സാമൂഹിക പെൻഷനുകളും മുടങ്ങിയതും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതും കൂടാതെ നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് നൽകുന്ന ചില്ലറ വിൽപ്പനശാലകൾ കാലിയായതും ജനങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി എന്നും സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നതായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുനഃപരിശോധന നടത്തി ആവശ്യമായ മാറ്റങ്ങൾ പ്രവർത്തന ശൈലിയിലും നയങ്ങളിലും ഉണ്ടാക്കണം എന്നും അതല്ല എങ്കിൽ സിപിഎം എന്ന ശക്തമായ പ്രസ്ഥാനത്തിന് ഭാവിയിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതായി അറിയുന്നു. ഏതായാലും രണ്ടാം പിണറായി സർക്കാർ മൂന്നാം ഘട്ടത്തിലേക്ക് അടുക്കും. മുഖ്യമന്ത്രി എന്നതിനപ്പുറം വലിയ പേരുകൾ നൽകിക്കൊണ്ടാണ് പാർട്ടി സഖാക്കൾ പിണറായിയെ താലോലിച്ചിരുന്നത്. ക്യാപ്റ്റനായും കാരണഭൂതനുമായും ഒക്കെ വിശേഷിപ്പിച്ചിരുന്ന സാക്ഷാൽ പിണറായി വിജയനെ പാർട്ടിയിലെ നേതാക്കൾ വരെ തള്ളി പറയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധികളിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു, എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിന് ആശ്രയിച്ചായിരിക്കും കേരളത്തിൽ സിപിഎമ്മിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും നിലനിൽപ്പ്. നന്ദി, നമസ്കാരം.